MDMA, റൗണ്ട് ഷുഗർ, സ്റ്റാമ്പ്, അങ്ങനെ ഓരോ സാധനങ്ങളുണ്ടല്ലോ. ഇതൊന്നും ഉപയോഗിക്കുന്ന ഒരാൾക്കും മരിച്ച് നശിച്ച് നാറാണക്കല്ല് പറിക്കുന്നത് വരെ അവർക്ക് മനസ്സിലാവില്ല ഇത് കുഴപ്പമായിരുന്നു, ഇത് ഭീകരമായിരുന്നു. കാരണം അവരുടെ മനസ്സിൻ്റെ താളം തെറ്റുകയാണ്, അവരില്ലായ്മയായി പോവുകയാണ്. 10-70 വയസ്സായ മാതാപിതാക്കൾ 35-40 വയസ്സുള്ള മക്കളെ സംരക്ഷിക്കേണ്ട അവസ്ഥയാണ് ഇതുള്ളത്. പറ്റെങ്കിൽ നിങ്ങളെല്ലാവരും ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ആഴ്ചയിൽ കുടുംബമായി പോയി ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണും. അല്ല കേട്ടോ, ആഴ്ചയിൽ ഒരു സിനിമ കുടുംബമായിട്ട് തിയേറ്ററിൽ. ഓപ്പറേഷൻ തൂഫാന പൂർണ്ണ പിന്തുണ അറിയിച്ച സംവിധായകനും നടനുമായ ജോണി ആന്റണി ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഒരു മുന്നണി പോരാളിയായി താനുമുണ്ടാകുമെന്ന് ജോണി ആന്റണി വ്യക്തമാക്കി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി ചങ്ങനാശ്ശേരിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യപ്രഭാഷകനായാണ് ജോണി ആന്റണി എത്തിയത്. നമ്മുടെ ജീവിതത്തിൽ മയക്കുമരുന്ന്, എനിക്ക് ഒരുപാട് ആളുകളെ അറിയാം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളെ, ഉപയോഗിച്ച ആളുകളെ ഇതിൽ നിന്ന് വളരെ പാടാണ്, തിരിച്ചു പോരാൻ വലിയ പാടാണ്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു അനുഭവം എനിക്കൊരു ഓർമ്മയുണ്ട്. എനിക്കൊരു വളരെ ചെറുപ്പമായ സമയത്ത് എൻ്റെ അപ്പൻ്റെ സുഹൃത്ത്, വളരെ പണ്ടാണ്, 80 തുടക്കത്തിലാണ്. പുള്ളിക്കാരൻ അന്ന് എന്തോ ഒരു വീട്ടിലുണ്ടായിരുന്ന പ്രശ്നത്തിന് പുള്ളി വരാമ വിഷം കഴിച്ചു. വരാമ വിഷം കഴിച്ചിട്ട് അന്ന് ഇതുപോലത്തെ വലിയ ഹോസ്പിറ്റൽ സൗകര്യമില്ല. പുള്ളിക്കാരനെ ഈ കൈത്തോട്ടിനകത്ത് കൊണ്ടിട്ടുണ്ട് ഉപ്പ് വായിലോട്ട് ഇങ്ങനെ വെള്ളം കയറ്റി ഉപ്പ് കയറ്റി ഇങ്ങനെ ഛർദ്ദിപ്പിച്ചോണ്ടിരിക്കുക. അപ്പം അപ്പൻ്റെ കൂട്ടുകാരനാണ്. അപ്പം അപ്പനോട് ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ എൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടി ഞാനും കൂടെ പോയി. അപ്പൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അപ്പം ചെന്നിട്ട് പുള്ളിയോട് ചോദിച്ചു, കുഞ്ഞമ്മ എന്തിനാ കുഞ്ഞമ്മ നീ ഇത് ചെയ്തത്? ഈ വിഷം വെച്ച് നിൽക്കുന്ന ഈ കുഞ്ഞമ്മ ചേട്ടൻ പറഞ്ഞു, ഇത്ര ഭീകരമായിരുന്നു അറിഞ്ഞെങ്കിൽ ഞാനിത് കുടിക്കില്ലായിരുന്നു. ഇത്ര ഭീകരമായിരുന്നു അറിഞ്ഞെങ്കിൽ ഞാനിത് കുടിക്കില്ലായിരുന്നു. കുഞ്ഞമ്മ ചേട്ടൻ മരിച്ചുപോയി. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് കുഞ്ഞമ്മ ചേട്ടന് മിനിമം ഞാൻ ഉപയോഗിച്ച സാധനം കുഴപ്പമാണെന്നെങ്കിലും ഒരു ഉള്ളുകയുണ്ടായി. വിഷമാണ്, ഉഗ്രം വിഷമാണ് ഒരാൾ. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ MDMA, റൗണ്ട് ഷുഗർ, സ്റ്റാമ്പ്, അങ്ങനെ ഓരോ സാധനങ്ങളുണ്ടല്ലോ. ഇതൊന്നും ഉപയോഗിക്കുന്ന ഒരാൾക്കും മരിച്ച് നശിച്ച് നാറാണക്കല്ല് പറിക്കുന്നത് വരെ അവർക്ക് മനസ്സിലാവില്ല ഇത് കുഴപ്പമായിരുന്നു, ഇത് ഭീകരമായിരുന്നു. കാരണം അവരുടെ മനസ്സിൻ്റെ താളം തെറ്റുകയാണ്, അവരില്ലായ്മയായി പോവുകയാണ്. അപ്പം അങ്ങനെ ഒരാളാവരുത് നമ്മൾ. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഈ NCC, ഞാൻ സ്കൗട്ടിലുണ്ടായിരുന്നു. NCC കുട്ടികളെ കാണുമ്പോൾ വളരെ സന്തോഷം. അങ്ങനെ NCC ചേരണം. എനിക്ക് ഏറ്റവും നല്ല, ഇതിനെതിരെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് കായികമായിട്ട് നിങ്ങൾ കരാട്ടെ പഠിക്കാൻ പോകണം, നീന്തൽ പഠിക്കാൻ പോകണം. നമ്മൾ എന്തൊക്കെ അഭ്യസിക്കാൻ പറ്റും അതൊക്കെ അഭ്യസിച്ച് ശരീരത്തെ സ്നേഹിക്കുന്നവരാണ്. ഞാൻ അത്ര വലിയ ശരീര സ്നേഹിക്കൊന്നുമല്ല, പക്ഷേ അടുത്ത കാലത്ത് നടനായപ്പോൾ ഞാനും ശരീരത്തെ സ്നേഹിച്ചു. പ്രത്യേകിച്ച് മമ്മൂക്ക എന്നെ എപ്പോഴും ഉപദേശിക്കും. നമുക്ക് കണ്ടിട്ടില്ലേ, മമ്മൂക്കയെ കണ്ടിട്ടില്ലേ, 75 വയസ്സായി, അതായത് ഇപ്പോഴും കണ്ടില്ല, എന്ത് ഫിറ്റ്നസ്സാണ് അദ്ദേഹത്തിന്. നമുക്ക് എന്താ സ്വന്തമായിട്ട് നമ്മൾ ആദ്യം സ്നേഹിക്കണം. ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നടനായപ്പോൾ ഞാൻ അടുത്ത പഠിത്തം, ഞാൻ പോലീസ് ഓഫീസറാണ്. എന്നെ സാറിനോട് പറഞ്ഞു, ഞാനിപ്പോൾ വയറൊക്കെ കുറയ്ക്കാനുള്ള ഡയറ്റും കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിച്ചാലേ നമ്മൾ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വേറെ കാര്യം അറിയാം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ മാനസിക വൈകല്യമുള്ള, നമുക്കറിയാം, ഒരു ആൽത്തറയിലോ ഒരു നാൽക്കവലയിലോ ഒരു കടത്തിനയിലോ ഒക്കെ ഒരു ഭ്രാന്തൻ, അല്ലെങ്കിൽ അയാൾ ഭ്രാന്ത അറിയില്ല, ദാസ് ഭ്രാന്ത അറിയില്ല, മുരളി ഭ്രാന്ത, ജോസ് വട്ട എന്ന് പറയുന്ന ആളുകൾ വല്ലപ്പോഴും വല്ല സ്ഥലത്തും ഉണ്ടാകുമായിരുന്നു, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ അവൻ്റെ ഭ്രാന്തായതിന് പിന്നിലെ പ്രേമ നൈരാശ്യമുണ്ടെന്ന് പറയുന്നു. തലയ്ക്ക് നല്ല അടി കിട്ടിയതാണെന്ന് പറയുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞു പല കഥകളും പറഞ്ഞിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയോ, ഇന്ന് 10 വീടുകളിൽ നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവും, പുറത്ത് പറയാറില്ല, അത്രയും വന്നവർ ഇരിക്കുന്നില്ലെന്നേ ഉള്ളൂ. 10 വീടുകളിൽ ഒരു വീട്ടിലെങ്കിലും ഒരു മാനസിക രോഗി ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. കാരണം 10-70 വയസ്സായ മാതാപിതാക്കൾ 35-40 വയസ്സുള്ള മക്കളെ സംരക്ഷിക്കേണ്ട അവസ്ഥയാണ് ഇതുള്ളത്. ഒരു മക്കൾ നാളെ തുണയാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു മക്കളും മാതാപിതാക്കൾക്ക് തുണയാകുന്നില്ല. എന്താ കാരണം? അവൻ മയക്കുമരുന്ന്. ഞാൻ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ അവന് കണ്ടപ്പോൾ എന്തിനാണ് നിൽക്കുന്നത് ഇല്ലാതെ. അപ്പോൾ അവനോട് പറഞ്ഞു, സാറേ എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല, ഞാൻ എന്തൊരു സ്നേഹം കിട്ടാൻ വേണ്ടി കൊണ്ടുവന്നാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കുട്ടിനാന്ന് പറഞ്ഞു ഹോസ്റ്റലിലാണ് ഞാൻ പഠിക്കുന്നത്, അപ്പനും അമ്മയും ദുബായിലാണ്. അപ്പം ഞാൻ അതിനോട്
അപ്പോൾ അല്ല എനിക്ക് സമരമൊന്നും എൻ്റെ സാധാരണ വീട്ടിലെപ്പോഴാണോ എപ്പോഴും വല്ലപ്പോഴും വരും, കുറച്ച് ചോക്ലേറ്റ് വരും, കുറച്ച്. ഞാൻ ചോദിച്ചു എനിക്ക് ഭക്ഷണത്തിന് കുറവെല്ലാം ഉണ്ടോ? ഇല്ല. നിനക്ക് പഠിത്തമുള്ള എല്ലാ സൗകര്യവും കിട്ടുന്നില്ല, ഉണ്ട്. ഇവന് താഴെ കടങ്ങളുണ്ട്, അതുപോലെ നോക്കണം ഈ മാതാപിതാക്കൾ. അവിടെ പോയി കഷ്ടപ്പെട്ട് ഇവന്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുക, ഇവനെ അന്വേഷിക്കുക. അപ്പൊ ഇവനൊന്നും ആരെയും സ്നേഹിക്കാത്ത ഇവന് കിട്ടണം സ്നേഹം. നമ്മൾ കൊടുക്കാത്ത ഒരു കാര്യം നമുക്ക് കിട്ടുമോ? നമ്മൾ സ്നേഹിച്ചാലല്ലേ നമുക്ക് സ്നേഹം കിട്ടുള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്നേഹിക്കുന്നവരാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് സ്നേഹം ഒരുപാട് കിട്ടും. ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം, ലോകത്തെന്ത് ഇതിലേക്ക് പോയാലും നിങ്ങൾ മയക്കുമരുന്നെന്ന് പറഞ്ഞ ഇതിലേക്ക് പോകരുത്. നിങ്ങൾ ഈ പറഞ്ഞ ഇന്ന് സാർ പറഞ്ഞ പോലെ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ കൂട്ടുകാരനോ നിങ്ങളുടെ സഹോദരനോ ഉപയോഗിക്കുന്നുണ്ട് പറയണം, മാതാപിതാക്കൾ പറയണം, അവൻ ഉപയോഗിക്കുന്നുണ്ട്, അവനെ നോക്കണം, അവനെ ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ ചൂണ്ടുവരകളായിട്ട് മാറണം. അതുകൊണ്ട് നമ്മുടെ യുവത്വം ഇനിയുള്ള കാലം ഇപ്പം എനിക്ക് ഒന്നും വലിയ സന്തോഷം തോന്നുന്നു. ഞാൻ നന്നായി പുകവലിക്കുന്ന ആള്, ഞാൻ അടുത്ത കാലത്താണ് പുകവലി നിർത്തിയത്. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ യുവാക്കളോട് ഇഷ്ടമുണ്ട്. ഇപ്പോഴത്തെ യുവാക്കളാരും പുകവലിക്കില്ല, അത് വലിയൊരു കാര്യമാണ്. പക്ഷെ പുകവലിക്കെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം MDMA കഴിക്കും, വേണേൽ കുത്തും വെക്കും, അതല്ല, ഒന്നും ഉപയോഗിക്കരുത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളോട് ഭയങ്കര വേറെ കാര്യത്തിൽ ഇഷ്ടമുണ്ട്, ഇവരാരും വയറ് വെക്കാൻ സമ്മതിക്കുന്നു. അദ്ദേഹം ഡയറ്റൊക്കെ നല്ല സ്ലിമ്മായിട്ട് ഷാരൂഖ് ഖാൻ നടക്കുന്ന ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾ എല്ലാ കാര്യത്തിലും കീപ്പ് ചെയ്യണം, നിങ്ങളുടെ എല്ലാ സ്വഭാവത്തിലും ഇതുണ്ടാവണം. അങ്ങനെ നല്ല ഒരു ജനതയായി, നല്ല ഒരു നാളെയുടെ പൗരന്മാരായിട്ട് നിങ്ങൾ മാറണം. നിങ്ങൾ വിചാരിച്ചാൽ ഈസിയായിട്ട് സാധിക്കും. കാരണം നമുക്ക് റോൾ മോഡലായിട്ട് ഒരുപാടുണ്ടല്ലേ, നമുക്കായിട്ട് ദുൽഖർ സൽമാനുണ്ട്, എത്രയോ പേരുണ്ട് നമ്മുടെ മുന്നിലേ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരാവട്ടെ നിങ്ങളെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മമ്മൂക്ക തന്നെ ഒരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിലാണ്, നമ്മുടെ കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മാതാപിതാക്കൾ ഒരു രാത്രിയെങ്കിലും മനസ്സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മളാണെങ്കിൽ അതാണ് അച്ചീവ്മെന്റ്. കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ സന്തോഷിപ്പിക്കുകയും നമ്മുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുകയും അവരെ കെയർ ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അങ്ങനെയുള്ള ആളുകളായി മാറുക, ഇതുപോലെ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ ശക്തിയായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ആദരണീയനായ ആഭ്യന്തരമന്ത്രി രമേശ് സാർ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ഇതിനു വേണ്ടി ചുക്കാൻ പിടിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഭാവിയിൽ ഇതുപോലെ എന്ത് പ്രോഗ്രാമിനും എന്നെ വിളിക്കാൻ ഒരു മടിയും കാണിക്കേണ്ട. ഞാൻ ഷൂട്ടിംഗ് എന്നുള്ള പരിപാടി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കും, പങ്കെടുത്തിരിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യം എല്ലാത്തിനും പറയുന്നത് ചോറായതുകൊണ്ട് പറയുകയാണ്, പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ മയക്കുമരുന്നൊക്കെ ഉപേക്ഷിച്ചിട്ട് ആഴ്ചയിൽ കുടുംബമായി പോയി ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണും. അല്ല കേട്ടോ, ആഴ്ചയിൽ ഒരു സിനിമ കുടുംബമായിട്ട് തിയേറ്ററിൽ